ഓ ഇപ്പൊ എന്നെ കണ്ട ഈ ആഡ് ഫിലിം കമ്പനിയുടെ ഡയറക്ടർ ആണെന്ന് ആരെങ്കിലും പറയോ? ഇത് നടക്കില്ല, ഇത് നടക്കില്ല, ഇത് നടക്കില്ല, ഇത് നടക്കില്ല. നന്നായി നടക്കണ്ടല്ലോ. ഞാൻ ഇത് നടക്കില്ല എന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെ നടക്കാനത്? ചൂലല്ലേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ പൊട്ടനാണോ? അല്ല, കുട്ടനാ അവിടുത്തെ ഡയറക്ടർ. കണ്ടാലും പറയും ഡയറക്ടർ. അകത്ത് പോയി ശരിക്കുള്ള ഡയറക്ടറെ വിളിച്ചിട്ട് വരൂ. ഓഹോ, ആര് വിളിച്ചു എന്ന് പറയണം? ഒരു കസ്റ്റമർ വിളിച്ചു എന്ന് പറയൂ. കസ്റ്റംസോ? കസ്റ്റംസ് അല്ല, കസ്റ്റമർ. അലറണ്ട, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂ. ആ, അങ്ങനെ പറയണം. ഇവിടെ കസ്റ്റമർ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിരിക്കണോ? ഞാനാണ് നേരത്തെ പറഞ്ഞ ആ ആള് ഡയറക്ടർ. എന്താ പ്രശ്നം? മിസ്റ്റർ ജഗന്നാഥൻ, ഞാനിവിടെ 6-ാം നമ്പർ സിനിമ കാണാൻ വന്നല്ലോ. നോക്കൂ, ഞാൻ വളരെ തിരക്കുള്ള ഒരു ബിസിനസ് ഗ്രാനേറ്റ് ആണ്. ഗ്രാനൈറ്റാ? അല്ല, ബിസിനസ് മാഗ്നറ്റ് ആണ്. എനിക്ക് എന്റെ പ്രൊഡക്റ്റുകൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരും പരസ്യം ചെയ്ത് തരുന്നില്ല. ഞാൻ ചെയ്തുതരാം പരസ്യം, ഞാൻ ചെയ്തുതരാം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ പുറത്ത് കമ്പനി പോക്കാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്? അയ്യോ, അത് പോക്കാന്നല്ല, എന്റെ കമ്പനിയുടെ പേരത് പോക്ക. പോക്കായോ? ആ, അതായത് പൊട്ടാത്ത കുട്ടൻ ആഡ്സ്. എങ്കിൽ കുട്ട, നിങ്ങളുടെ പൊട്ടാത്തൊരു ഏഡ് കാണിച്ചു തരൂ. ഓക്കെ സാർ. അതായത് ഞാൻ 1.5 കോടി ബഡ്ജറ്റിൽ ചെയ്ത ആഡ് അതിപ്പോ കാണിച്ചു തരാം സാർ. 1.5 കോടി ബഡ്ജറ്റ്. ഏതു ചളിക്കട്ടകളും തേച്ചുരയ്ക്കുന്നിതാ, ഏതു കുളി സോപ്പുകളും പതപതയ്ക്കുന്നിതാ, തേങ്ങ ചകിരി വേണ്ടിനി മഞ്ഞ ചകിരിയുണ്ടിതാ. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അഴുക്കുകളെ പോലും അലിയിച്ചു കളയും മഞ്ഞച്ചകിരി. ഗന്ധക്ക് മിഠാനെ കേലിയേ പീലിച്ചകിരി, അമുക്ക് ഡുമുക്ക് അഴുക്ക് പോകരുതക്ക് മഞ്ചൈ ചകിരി, ഏമന്റെ കിണ്ടി കിണ്ടിക്ക് മഞ്ചലേ ചകിരി. നന്നായിരിക്കുന്നു, കൊള്ളാം കൊള്ളാം. ഇല്ല, റീൽസ് ഞാൻ ചെയ്യാറില്ല, ഓൺലി ടിക്ടോക്ക്. അതല്ല, റീലി RED. എനിക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു സാധനമാണ് വേണ്ടത്. ഇതുപോലത്തെ സാറിന്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് പറയാം. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃമിക്കുള്ള മരുന്നാണ്. പാട്ട് പാടുമ്പോ ഇങ്ങനെ തുള്ളി കളിക്കുന്ന മരുന്നായിരിക്കും. പാട്ട് പാടുമ്പോഴോ? റിമിക്കുള്ള മരുന്നല്ലേ? റിമി അല്ലടാ, കൃമി. ഓ, കൃമിക്കുള്ള മരുന്ന്. അപ്പൊ നമുക്കൊരു ജിംഗിൾ പിടിച്ചാലോ സാർ? ഏയ്, ജംഗിൾ ബുക്ക് മായാവി ഒന്നും പറ്റില്ല. ഇത് എന്തോന്ന് ബാലരമ്യോ? അയ്യോ, ജംഗിൾ ബുക്ക് അല്ല, ജിംഗിൾ പാട്ട്. പാട്ട് അതായത് സാർ, ഒരു ടെറസിന്റെ മുകളില് കുറച്ച് കൃമികളിൽ നിന്നിട്ട് ഇങ്ങനെ പട്ടം പറത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. മനോഹരമായ കാഴ്ച. അപ്പൊ ചുവന്ന സാരി എടുത്തോണ്ട് വേറൊരു കൃമി അങ്ങോട്ട് വരും. സാരി എടുത്തോണ്ട് കൃമിയോ? ഇതൊന്നോടെ കൃമിയുടെ കല്യാണോ? നമ്മൾ കൃമീനെ ഒരു കഥാപാത്രമാക്കുകയാണല്ലോ. ക്രിയേറ്റിവിറ്റി. അങ്ങനെ സാരി എടുത്തോണ്ട് ആ കൃമി നിൽക്കുമ്പോ നമ്മുടെ ജിംഗിൾ വരും. ഞാനും ഒരു വർണ്ണ കൃമിയായിരുന്നു, ഞാനും ഒരു വർണ്ണ കൃമി. എന്റെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി വിഷമാണ്. അതായത് റേറ്റപ്പം എന്നാണ് അതിന്റെ പേര്. അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. അയ്യോ, അത് ഞാൻ മാർക്കറ്റ് ചെയ്ത് തരാം സാർ. മറ്റൊരു ജിംഗിളിലൂടെ അത് ഞാൻ മാർക്കറ്റ് ചെയ്ത് തരാം സാർ. കേട്ടോ? പെണ്ണേ നിന്നെ ചുണ്ടലി നക്കിയതാണോ? ഹലോ ഹലോ ഹലോ, നമ്മളെ ചുണ്ടലിനാണോ മാർക്കറ്റ് ചെയ്യുന്നത്? അയ്യോ, ഞാൻ പറയട്ടെ. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പെണ്ണിന് ആശ്വാസമായി റേറ്റപ്പം. എനിക്ക് ഏറെ ഇഷ്ടമുള്ളപ്പം റേറ്റപ്പം. ഇനി എനിക്ക് അടുത്ത അവസാന ഐറ്റം ആണ്, അതായത് ചമ്മന്തിപ്പൊടി. അതിന്റെ പേരാണ് ഡങ്കുഡു. ഡങ്കുഡു വളരെ നല്ല പേര്. ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിരുന്നിട്ട പേരാണ്, പക്ഷെ അതിന് ഒരു ബീജം വേണം. ഡങ്കുഡിന് ബീജം അത് ഫ്രഷ് ആയിരിക്കണം. ഇതുവരെ എവിടെയും കേൾക്കാത്തൊരു ബീജം. ഫ്രഷ് ആയിട്ടൊരു ബീജം ഉണ്ട് സാർ. ഡങ്കുഡു 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 ഡങ്കുഡു. എന്തായിരുന്നു അത്? ഈ ചമ്മന്തിപ്പൊടിക്ക് ദോശയാണല്ലോ നല്ലത്, അത് ചുടുമ്പുണ്ടാവുന്ന ബീജം. ഇത് മതി, ഇത് മതി. ഫ്രഷ് ഫ്രഷ്. ഫണ്ടിന്റെ കാര്യം ഒന്നും ആലോചിച്ച് പേടിക്കണ്ട. നമുക്കൊരു 5 രൂപ ഫണ്ട് ഉണ്ട്. 5 കോടി സാർ. അതിന്ന് ഒരു 5 ലക്ഷം എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരാമോ? 5 ലക്ഷം? ആ, ഞാൻ ഈ 500 രൂപയുടെ കാര്യം പറഞ്ഞു. പിന്നെ ആ ഡങ്കുഡുവിന്റെ ഏടിന് ഷാറുഖ് ഖാനെ ഒന്ന് കിട്ടുമോ നോക്കൂ. ഓക്കെ, പോട്ടെ. ഞാനും ഒരു വർണ്ണ പൊട്ടനായിരുന്നു, ഞാനും വെറും ഒരു പൊട്ടൻ. കൊള്ളായിരുന്നു.